Excuse me. ഈ ഫ്ലവേഴ്സ് എല്ലാം വിൽപ്പന കൊള്ളാണോ? അതെ. എങ്കിൽ ഇതിന്നൊരു കൂട് പൂ എനിക്ക് തരാമോ? അയ്യോ സോറി, ഇത് ഓൾറെഡി കൊടുക്കാനുള്ളതാ. ഓ ആണോ? എന്നാ കുഴപ്പമില്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അർജന്റ് ആണെങ്കിൽ ഷോപ്പിലേക്ക് വന്നാൽ മതി, ഞാൻ എടുത്തു തരാം. ഏയ് അർജന്റ് ഒന്നുമല്ല, കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി, അതുകൊണ്ട് ചോദിച്ചതാ. തൻ്റെ ഷോപ്പ് ഇവിടെ എവിടെയായിട്ടാ? ജംഗ്ഷനില, കഫേയുടെ ഓപ്പോസിറ്റ്. പിന്നെ ഓർഡർ വേണമെങ്കിൽ നേരത്തെ പറയണം. ഓക്കെ, എങ്കിൽ നാളെ എനിക്കൊരു ഫ്ലവർ തരാമോ? ഞാൻ ഷോപ്പിലേക്ക് വന്ന് വാങ്ങിക്കോളാം. അതിനെന്താ, ഇയാൾ വന്നാൽ മതി, ഞാൻ എടുത്ത് വെച്ചേക്കാം. ഓക്കെ എന്നാ ശരി. പിന്നെ തൻ്റെ പേരെന്താ? സേറ. ആയിരം, 2000, 1300. ഇന്നാ ചായ. അക്കു, ആ കറണ്ട് ബില്ലിൻ്റെ ഷെയറിങ് അതാ. പിന്നെ തരാൻ പോണേല്ലേ. എന്തോന്ന് കേട്ടില്ല? അല്ല, GPay ചെയ്ത് തരാമെന്ന് പറയായിരുന്നു. പറഞ്ഞാൽ മാത്രം പോരാ, കൈയോടെ അങ്ങ് ചെയ്യാൻ നോക്ക്. ഞാൻ ചെയ്തേക്കാടാ, കിടന്ന് ചാവല്ലേ. ഫോൺ പൊക്കത്ത് ചാർജർ ഇട്ടേക്കുവാ, കുറച്ച് കഴിയട്ടെ. ഏട്ടാ, വേണിനെ കണ്ടോ? രാവിലെ തൊട്ട് ഞാൻ ഈ വീട് ഫുൾ നോക്കുക, അവൾ ഇവിടെങ്ങും കാണുന്നില്ല. കാണുന്നില്ലേ? ഭാഗ്യം, ശല്യം പോയി കാണും. ഏട്ടൻ. അക്കു, നീ കണ്ടോ അവളെ? ഇല്ല, അവളാണെങ്കിൽ ഇന്ന് രാവിലെ ചായ കുടിക്കാൻ വന്നില്ല. അല്ലെങ്കിൽ എല്ലാ ദിവസവും അക്കുച്ചേട്ടാ ചായ എന്ന് പറഞ്ഞ് വരുന്നതാ. ഇനി എങ്ങനെ അവളെ പോയി കാണും? പോട്ടേടാ, അതിന് സന്തോഷിക്കല്ലേ വേണ്ടേ? ഏട്ടൻ എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നേ? ഇത് നല്ല കൂത്തും. ഞാൻ പിന്നെ എന്ത് ചെയ്യണം? കിടന്ന് കരയണോ? എന്റെ കുഞ്ഞമ്മയുടെ മോളൊന്നുമല്ലല്ലോ അവള്. അല്ല, അവൾ ഇവിടെ നിന്ന് പോയാ നിനക്കെന്താ സായു? അവൾ എങ്ങനെ ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കുമെന്ന് ഓർത്തിരിക്കുമായിരുന്നു. ഇതിപ്പോ ലാഭമായല്ലോ. ഏട്ടൻ എന്തിനാ അവളോട് ഇത്ര ദേഷ്യം? അതിന് മാത്രം അവൾ എന്താ ഏട്ടനോട് ചെയ്തേ? എനിക്ക് അവൾ ഇഷ്ടമല്ല, അത്ര തന്നെ. ദയക്കു, നീ നിന്റെ അളിയനെ വിളിച്ചിട്ട് പൊക്കോ, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ആഹാ, അവൾക്ക് വേണ്ടി നീ എന്നോട് ദേഷ്യപ്പെടുന്നോ? ഡേ ഡേ ഡേ, ഒന്ന് നിർത്തടേ. ഇതെന്താണ് കൊച്ചു പിള്ളേരെ പോലെ? സിത്തു, എന്താടാ? നിനക്ക് കറണ്ട് ബിൽ അടക്കാൻ പൈസ വേണ്ടേ? വേണം. എന്നാ എന്റെ കൂടെ വാ. വീടക്കൂ. എടാ, നീ എന്താണ് ഒരു കൊച്ചു പിള്ളേരെ പോലെ? പിന്നെ നീ അവള് പറഞ്ഞു കേട്ടില്ലേ? എടാ, അത് വിട്ടുകളാ. കുറച്ചു ദിവസം അവൾ ഒരുമിച്ച് ഉണ്ടായിരുന്നല്ലേ, പെട്ടെന്ന് പറയാതെ പോയപ്പോ അവൾക്ക് വിഷമായി കാണും. എന്നാലും അവൾ ഇതെവിടെ പോയി? ഇനി ഇവൻ വല്ലതും ചെയ്ത് കാണും. സിത്തു, ശരിക്കും അവൾ എവിടെ പോയെന്ന് നിനക്കറിയോ? ഇല്ല, ഇല്ലെന്ന് എനിക്കറിയാം. ഹലോ ചേട്ടന്മാരെ, എന്താണ് ഇവിടെ ഒരു ഗൂഢാലോചന? നീയാ? കുറച്ചു ദിവസം എവിടെയായിരുന്നു? കണ്ടില്ലല്ലോ. ഒന്നും പണയണ്ട, ഒരു മുടിഞ്ഞ സെമ്പരീഷ, അതാ വരാഞ്ഞ്. കഴിഞ്ഞു വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ സെമ്പരീഷ? എളുപ്പമായിരുന്നു പഠിക്കണ പിള്ളേർക്ക്. ഒരു 2 സപ്ലി എന്തായാലും പ്രതീക്ഷിക്കാം. ശാവം, നിന്റെ കയ്യിലെന്താ? ഇത് പെൻഡ്രൈവാ, പുതിയ സിനിമ കിട്ടി, കാണാൻ വേണ്ടി കൊണ്ടുവന്ന. ആരുടെ പടവാ? പൃഥ്വിരാജാണെന്ന് തോന്നണു. രാത്രി വല്ലതും കാണാം. അല്ല, അത് പോട്ടെ, രണ്ടുപേരും കൂടെ എന്തായിരുന്നു ഒരു ഗൂഢാലോചന? അതോ, നിനക്ക് വേണ്ടി ഒരു പെണ്ണിനെ ആലോചിച്ചാലോ എന്ന് ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു. ശരിക്കും? എന്നാലേ നിങ്ങൾ ആലോചിച്ച് ബുദ്ധിമുട്ടണ്ട, എനിക്കിഷ്ടമുള്ള പെണ്ണ് ഈ വീട്ടിൽ തന്നെ ഉണ്ട്. അതാര്? വേറെ ആര്? വേണി. നീ
പ്രായം കൊണ്ടും ചർമ്മം കൊണ്ടും ഞങ്ങൾ രണ്ടുപേരും നല്ല മാച്ച് ആണല്ലോ. എന്നാര് പറഞ്ഞ്? അല്ല, അങ്ങനെ ആരും പറഞ്ഞില്ല. സിദ്ധുവേട്ടാ, അക്കു, നിങ്ങൾ രണ്ടുപേരും കൂടി മനസ്സ് വെച്ച് അവളെ എനിക്കങ്ങ് സെറ്റാക്കി തരുമോ? ആഹാ, സെറ്റാക്കിയാൽ മാത്രം മതിയോ? കല്യാണം വേണമെങ്കിൽ ഞങ്ങൾ നടത്തിത്തരാം. ഹായ്, നടത്തിത്തരൂ? ദേ ചേക്ക, മര്യാദക്കല്ലെങ്കിൽ നിന്റെ കൈയും കാലും ഞാൻ തല്ലി പിടിക്കും. അതൊരു പ്രേമം. അല്ല സിദ്ധുവേട്ടാ, മോനെ സഞ്ജു, നീ ഇങ്ങോട്ട് വന്നേ. എടാ അത് നീങ്ങ വാ, നിന്റെ അസുഖം ഞാൻ മാറ്റിത്തരാം. ബാ എടാ, എന്നാലും പ്രേമിക്കാൻ വന്നേക്കുന്നു. ചേച്ചിനെ കണ്ടപ്പോഴാണ് എനിക്കൊന്ന് ആശ്വാസമായത്. അവിടെ എങ്ങനെയുണ്ട് ചേച്ചി? ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാ, അവിടെ കുഴപ്പമൊന്നുമില്ല. അവിടുത്തെ അമ്മയും ചേട്ടനൊക്കെ ചേച്ചിയോട് നന്നായിട്ടാണോ പെരുമാറുന്നത്? അതെ, നമ്മുടെ വീട്ടിലെ പോലെയൊന്നുമല്ല. അവിടുത്തെ അമ്മ ഒരു പഞ്ചപാവ. അപ്പോൾ ദേവേട്ടനോ? അത് അങ്ങനെ തന്നെ. ചേച്ചി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്നോട് സത്യം പറയണം. എന്താ? ചേച്ചിക്ക് സിദ്ധുവേട്ടനെ ഇപ്പോഴും ഇഷ്ടമാണോ? അത് ഇല്ല വേണി, ഞാനായിട്ട് അവൻ ഒരുപാട് വേദനിപ്പിച്ചത് അതൊന്നും കൂടി ആവർത്തിക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്താ നീ അങ്ങനെ ചോദിച്ചേ? ഏയ്, ചുമ്മാ ചോദിച്ചതാ. അവനിപ്പോൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് അതെന്നെയായിരിക്കും വേണി. സത്യം പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല വേണി. ഇനി എൻ്റെ ലൈഫിൽ ഒരാളെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നണില്ല. അപ്പോൾ ദേവേട്ടനോ? എനിക്കറിയില്ല. ഞാൻ കാരണം അയാളുടെ ലൈഫും കൂടി പോയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അങ്ങനെയൊന്നും പറയല്ലേ ചേച്ചി. എല്ലാ കാര്യവും ചേട്ടനോട് തുറന്നു പറയേ. എനിക്കുറപ്പാ ചേട്ടൻ എന്തായാലും ചേച്ചിനെ മനസ്സിലാക്കാൻ പറ്റും. നീ അത് വിട്. പിന്നെ അവിടുത്തെ വിശേഷങ്ങൾ പറ. അവരെല്ലാവരും എന്തെടുക്കുന്നു? അവിടെ രസമാണ്. എല്ലാവരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ സമയം പോകുന്നതേ അറിയില്ല. സിദ്ധുവേട്ടനാണെങ്കിലോ എന്നെ പുറത്താക്കാനായിട്ട് പല വഴികളും നോക്കുന്നുണ്ട്. എന്തൊക്കെ വന്നാലും എനിക്കൊരു ജോലി കിട്ടുന്നവരെ നീ അവിടെ പിടിച്ച് നിൽക്കണം വേണി. എനിക്ക് വിശ്വസിച്ച് നിന്നെ ആ വീട്ടിൽ മാത്രമേ നിർത്താൻ പറ്റുള്ളൂ. അതോർത്ത് ചേച്ചി പേടിക്കണ്ട, ആ കാര്യം ഞാൻ ഏറ്റു. വല്യച്ഛനും വല്യമ്മയും എന്നെപ്പറ്റി തിരക്കായിരുന്നോ? നിനക്ക് തോന്നുന്നുണ്ടോ വേണി അവർ തിരക്കുമെന്ന്? അറിയാം, എന്നാലും ചോദിച്ചെന്നേ ഉള്ളൂ. ഞാനെന്ന് ശല്യം പോയപ്പോൾ അവർക്കൊരുപാട് സന്തോഷമായി കാണുമല്ലേ? അത് വീട് വേണി, നീ എന്തിനാ അവരെ പറ്റി പറയുന്നേ? പിന്നെ ഇതെൻ്റെ പഴയ ഫോണ്, നീ വെച്ചോ. എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. നീ രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ. ഞാൻ കഴിക്കാൻ വാങ്ങിത്തരാം. വേണ്ട, ഞാൻ പോവുക. ഞാൻ പറയാതെ വന്നേ. ഇപ്പം തന്നെ സിദ്ധുവേട്ടൻ അവിടെ കിടന്ന് സന്തോഷിക്കുന്നുണ്ടാവും ഞാൻ പോയെന്നോർത്ത്. വേണി, നീ ഈ പൈസ വെച്ചോ. എൻ്റെ കയ്യിലാകെ ഇതുള്ളൂ നിനക്ക് തരാനായിട്ട്. എന്തെങ്കിലും ആവശ്യം വരും. അയ്യോ, ഇതൊന്നും വേണ്ട ചേച്ചി. വേണി, പിടിക്കേ. ഞാനെന്നാ പോട്ടെ, എത്തിയിട്ട് വിളിക്കാം. പോയിട്ട് വാ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇന്ന് ഒത്തിരി പേര് ആബ്സെന്റ് ആണല്ലോ. എന്ത് പറ്റി എല്ലാവർക്കും? അറിയില്ല സർ. ശരി, എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും. ഞാൻ ഗ്രൂപ്പിൽ കുറച്ച് നോട്ട്സ് അയക്കാം, അതെല്ലാവരും കംപ്ലീറ്റ് ആക്ക്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ സർ. ഒത്തിരി നേരം പിടിക്കോ സിബിച്ച മീനെ കിട്ടാൻ? ഏയ്, കൂടിപ്പോയാ ഒരു 10 മിനിറ്റ്. ആണല്ലേ? അങ്ങോട്ട് കുരുങ്ങു മീനെ. ഒച്ച വെക്കല്ലേ. ഓക്കെ ഓക്കെ. വേണി. സായു, എന്താ? നീ ഇങ്ങ് വന്നേ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇപ്പൊ തന്നെ വന്നോ? വരണം. സിബിച്ച, യു കണ്ടിന്യൂ, ഞാൻ ഇപ്പൊ വരാം. ചെല്ല് ചെല്ല്. എന്താ സായു, ഇത്ര നേരം നീ എവിടെയായിരുന്നു? സായു, ചൂടാവല്ലേ. ഞാനൊന്ന് ചേച്ചിനെ കാണാൻ വേണ്ടി പോയതാ. നിനക്കൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പോയി കൂടായിരുന്നോ? ഞാൻ പറയാൻ വേണ്ടി വന്നതാ. അപ്പൊ സായു നല്ല ഉറക്കമായിരുന്നു. തേങ്ങ, ഉറങ്ങുവാണെങ്കിൽ ഇപ്പൊ എന്താ എന്നെ വിളിക്കണായിരുന്നു. അയ്യോ സോറി,
ഇനി ഇങ്ങനെ പറയാതെ പോയില്ല. ഉം? കണ്ട, ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ അവള് വരൂന്ന്. ഇവിടെ ഒരാൾ എന്തായിരുന്നു കിടന്ന്. ഓ, പൊന്നുമോൾക്ക് ഇപ്പൊ സമാധാനായോ? പാവേണ്ട സിദ്ധു. തേന്റെ വേണി. ഹായ് വേണി. ഹായ്. ഇത് ഞാൻ സഞ്ജു. എന്നെ ഓർക്കുന്നില്ലേ? ആ, ഓർക്കുന്നു. അന്ന് ഒരു വട്ടല്ലേ കണ്ടുള്ളൂ. എവിടെയായിരുന്നു? പിന്നെ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. കേട്ടാടോ, അവൾക്ക് എന്നെ മിസ് ചെയ്ത്. അത് വേണി, എനിക്ക് എക്സാം ആയിരുന്നു, അതാ കാണാഞ്ഞേ. ആഹാ, എന്നിട്ട് എക്സാം കഴിഞ്ഞോ? അതൊക്കെ കഴിഞ്ഞു. ബൈ വേണി, വേണിക്ക് ബോയ് ഫ്രണ്ട് ഒന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ലെങ്കിൽ ഞാൻ ഫ്രീയാ. ഞാൻ വേണിയുടെ ബോയ് ഫ്രണ്ട് ആവാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാ എനിക്ക് കുഴപ്പമുണ്ട്. മോനെ സഞ്ജു, നിന്റെ കോഴിത്തരം ഇവളുടെ അടുത്തിറക്കാൻ നിൽക്കണ്ട. കോഴിത്തരോ? ഞാൻ സീരിയസാ. അത് സാരില്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറിക്കോളൂ. എടാക്കൂ, നീ നിന്റെ മോളൂസിനെ ഒന്ന് സൂക്ഷിച്ചോ. ഇതല്ലേ പനീസിന്റെ കാലഘട്ടോ. ഹാ, സിദ്ധോട്ടിനോട് നിപ്പുണ്ടായിരുന്നോ? സിദ്ധുവേട്ട, എന്താ? എന്റെ കൈ വിട്. സിദ്ധോട്ട, എന്താ പ്രശ്നം? എന്റെ കൈന്ന് വിട്. നീ എന്താ ഇവിടെ? നിന്നോട് ഞാനെന്ത് പൊക്കോടെന്ന് പറഞ്ഞല്ലേ, പിന്നെ നീ എന്തിനാ തിരിച്ചു വന്നേ? ഇതായിരുന്നു കാര്യം. ഞാൻ പേടിച്ചു പോയല്ലോ. ശരി, ഞാൻ നാളെ എന്തായാലും പൊക്കോളാം. വേണി, നിനക്കെന്നെ അറിയില്ല. കുറെ ആയി നീ എന്നിട്ട് വട്ടം കളിപ്പിക്കുന്നേ. ഷെടാ, ഞാൻ എന്ത് വട്ടം കളിപ്പിച്ചെന്നാ? എനിക്ക് കേട്ടോ, സിദ്ധുവേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും എന്നെ എന്തൊക്കെ ചെയ്താലും ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവില്ല. സിദ്ധുവേട്ട, കൈ വേദനിക്കുന്നു. വീട് കൈ വേദനിക്കുന്നു. ഏട്ടാ എന്തീ കാണിക്കുന്നേ? ഭ്രാന്തായോ? അതെടി, എനിക്ക് ഭ്രാന്ത. ഇവള് കാരണം. അതിന് മാത്രം അവൾ എന്താ എണ്ണ ചെയ്തേ? നിർത്തൊന്ന്. എന്റെ പേരിൽ ഇവിടെ ആരും തല്ല് പിടിക്കണ്ട. ഞാൻ പൊയ്ക്കോളാം. നീ എങ്ങും പോകുന്നില്ല. വേണി, കരയാതെ എന്റെ കൂടെ വാ. എടാ, നീ എന്ത് പണിയാ കാണിച്ചേ? പാവാ കൊച്ചിനെ കരയിപ്പിച്ചേക്കുന്നു. അക്കു, ഞാനാകെ സമാധാന തെറ്റി നിൽക്കാം. ചുമ്മാ എനക്കൊരു ചൊറിയല്ലേ. അയ്യോ, എന്റെ വേണിക്ക് എന്ത് പറ്റി? അവളെന്തിനാ കരഞ്ഞോണ്ട് പോയേ? അത് എന്റെ കൂടെ വാ, ഞാൻ പറഞ്ഞുതരാം. പോട്ടടാ, കരയല്ലേ. അതിനാര് കരഞ്ഞേ? ഇതൊക്കെ എന്റെ വെറും നമ്പറല്ലേ? എടി കള്ളി, നീ ആള് കൊള്ളാലോ. പിന്നെ പിടിച്ചു നിൽക്കാനായിട്ട് ഇങ്ങനെ ചില നമ്പറൊക്കെ ഇടണ്ടേ? അത് ശരിയാ. അല്ല, അവിടെ വെച്ച് നീ അപ്പോ പൊയ്ക്കോളാന്ന് പറഞ്ഞതോ? അതും എന്റെ നമ്പറല്ലേ എന്ന് വെച്ച് ഞാൻ പോവോ? എന്റെ വേണി, നിന്നെ ഞാൻ സമ്മതിച്ച്. നമുക്കെങ്കിൽ ഈവനിങ് പോവാം. എന്തു പറയുന്നു? ഈവനിങ് ഒരു 4 മണിക്ക് ശേഷം പോവാം. രണ്ടുപേരും കൂടെ എവിടെ പോണ കാര്യ പറയുന്നേ? നീ വന്നോ? എടി, അത് അടുത്ത ആഴ്ചയല്ലേ പോകുന്നേ. അപ്പൊ കുറച്ചും കൂടി സാധനങ്ങൾ ബാക്കിയുണ്ടായിരുന്നു വാങ്ങാൻ. അപ്പൊ ഇവള് പറഞ്ഞു ഇന്ന് ഈവനിങ് പോവാന്ന്. ഓ, അതായിരുന്നോ? നീയും വരുന്നോ പവി കൂടെ? എന്നിട്ട് എന്തിനാ, പോസ്റ്റ് ആവാനോ? നിന്നെ എപ്പോഴാടി ഞങ്ങൾ പോസ്റ്റ് ആക്കിയേക്കുന്നേ? അങ്ങനെയൊന്നും ആക്കിയിട്ടില്ല. നീയും വാടി, നമുക്കൊന്ന് കറങ്ങിയിട്ടൊക്കെ വരാം. വീട്ടിൽ ചോദിക്കട്ടെ, വിട്ടാ വരാം. ആന്റിയോട് ഞാൻ പറഞ്ഞോളാം, നീ വന്നാ മതി. ഓ, വന്നേക്കാവേ. നീ ഇത് കഴിക്ക്, നിനക്ക് വേണ്ടി പറഞ്ഞതാ. ഇത് ഒരുപാടുണ്ടല്ലോ. ഇന്ന് അശ്വിന്റെ വക ചെലവാ. അശ്വിനെ ഇതില് ചെലവ് ചുരുക്കാന്ന് നീ വിചാരിക്കണ്ട. പോകുന്നതിന് മുന്നേ എനിക്കൊരു പാർട്ടി വേണം. നമുക്ക് സെറ്റാക്കാം. നീ ഇപ്പൊ കഴിക്ക്. ദേടി റോസ്, അബി സാറ്. സാർ, അബി സാർ, ഇവിടെ സീറ്റ് ഉണ്ട്, വരുന്നോ? എന്താ
എന്താണ് പവി നിനക്ക്? നീ ഇപ്പൊ എന്തിനാ അയാൾ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുന്നേ? ചുമ്മാ ഇതൊക്കെ ഒരു രസമല്ലേ? സാറൊന്നും ഇവിടെ നിന്നാണോ ഫുഡ് കഴിക്കാറ്? സംടൈം. നിങ്ങളെന്താ ക്ലാസ്സിൽ കയറാഞ്ഞേ? അത് ഇവൾക്ക് വയ്യായിരുന്നു, അതാ. റോഷ്ന, നിനക്ക് എന്ത് പറ്റി? നീ എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അത് ഒന്നുമില്ലടാ, ചെറിയൊരു തലവേദന. എന്നിട്ട് എന്താ നീ പറയാഞ്ഞേ? അത് പോട്ടെ, നീ മെഡിസിൻ കഴിച്ചായിരുന്നോ? ആ, കഴിച്ചു. എന്റെ അശ്വിനെ, അവൾക്കൊരു കുഴപ്പമില്ല. ആ, അബി സർ, ഇതെന്റെ ബോയ് ഫ്രണ്ടാ അശ്വിൻ. അശ്വിനു ഏതാ ഡിപ്പാർട്ട്മെന്റ്? കെമിക്കലാ സർ. സാറിനൊരു കാര്യം അറിയൂ? നമ്മുടെ കോളേജിലെ തന്നെ ഏറ്റവും അടിപൊളി കപ്പിൾസ് ഇവരാ. ഓ, ആണോ? ആന്നേ. ഇവനൊട്ടൊരെണ്ണം കൊടുത്താലോ? ആ അശ്വിനെ, ഇന്നലെ ഞാനും പവയും കൂടി പബ്ബിൽ പോയപ്പോഴേ ഒരു സംഭവം ഉണ്ടായി. എന്താടി? ഒരു വൃത്തികെട്ടവൻ ഒരു പെൺകൊച്ചിനെ കയറി കിസ് ചെയ്തേക്കുന്നു. അയ്യോ, എന്തു പറ്റി സാർ? ദാ ഈ വെള്ളം കുടിക്കേ. സാറ് കുറെ വെള്ളം കുടിക്കും. എന്നിട്ടാ പെൺകൊച്ച് റിയാക്ട് ചെയ്തില്ലേ? ചെയ്തോന്നോ? ഓൺ ദ സ്പോട്ടിൽ തന്നെ അവന്റെ കർണക്കുട്ടി നോക്കി ഒരെണ്ണം കൊടുത്തവള്. അത് കലക്കി. ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ അങ്ങനെ തന്നെ ചെയ്യണം. തീർച്ചയായും ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ അങ്ങനെ തന്നെ ചെയ്യണം, അല്ലേ അബേ സാറേ? യാ, പെമ്പിള്ളാരായ ഇങ്ങനെ വേണം. ഓൺ ദ സ്പോട്ടല്ലേ അവള് റിയാക്ട് ചെയ്തേ. സത്യം. എനിക്ക് മതി, ഞാൻ ക്ലാസ്സിൽ പോവാ. എടി നിക്ക്, ഇത് മൊത്തം കഴിച്ചിട്ട് പോ. എനിക്ക് വേണ്ട, കഴിയുമ്പോൾ നിങ്ങൾ അങ്ങ് വന്നേച്ചാ മതി. നിങ്ങൾ കഴിക്കുന്നേ, അവൾക്ക് എന്തെങ്കിലും തിരക്കുണ്ടാവും. ലക്ഷ്മി, അവിടെ നിൽക്ക്. താൻ ഇത്ര നേരം എവിടെയായിരുന്നു? ഞാൻ ചോദിച്ച കേട്ടില്ലേ? താൻ ഇത്ര നേരം എവിടെയായിരുന്നു എന്ന്. അത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയതാ. എങ്കിൽ അതൊന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ എന്താ? പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ എന്താണെന്നോ? രാവിലെ എണീറ്റ് നോക്കുമ്പോ തന്നെ ഈ വീട്ടിൽ കാണുന്നില്ല. സി, ഞാൻ എന്തോരം ടെൻഷൻ അടിച്ചെന്നറിയോ? അമ്മ എന്നോട് ചോദിച്ചു താൻ എവിടെ പോയെന്ന്. എനിക്ക് പറയാൻ പറ്റുമോ അറിയില്ലാന്ന്? ഇതെന്ത് കഷ്ടവാ! എനിക്ക് ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകാനുള്ള അവകാശം പോലും ഇല്ലേ? ലക്ഷ്മി, തന്റെ അവകാശം ആരും എടുത്തിട്ടില്ല. അറ്റ്ലീസ്റ്റ് എന്നോടൊരു വാക്കു പറയായിരുന്നു. അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അത് വിട്. എന്നാ ഇതെന്താ? ഇത് ഒരു സാരിയാ. ഇന്ന് ഈവനിങ് ഒരു ഫാമിലി ഫംഗ്ഷൻ ഉണ്ട്, നമുക്ക് പോണം. ഞാൻ വരുന്നില്ല. ഞാൻ വരുന്നില്ല, എനിക്ക് വയ്യ. ലക്ഷ്മി, തന്റെ പ്രശ്നം എന്താ? താൻ എന്തിനാ എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നേ? എന്താ പ്രശ്നമൊന്നും? എന്നാ കേട്ടോ, തന്നെ എനിക്കിഷ്ടമല്ല. ഈ കല്യാണവും വീടും ആൾക്കാരും ആരെയും ഒന്നും എനിക്കിഷ്ടമല്ല. എൻ്റെ ഈശ്വര, എൻ്റെ തല വെട്ടി പൊളിയുക. മടുത്ത് എനിക്കിങ്ങനെ. എന്നോടുള്ള ദേഷ്യത്തിന് എന്തിനാ ഫുഡ് കഴിക്കാണ്ടിങ്ങ പോന്നേ? അതെന്റെ ഇഷ്ടം, അതിന് തനിക്കെന്ത്? എന്റെ റോസം, എന്തിനാ എന്നിങ്ങനെ കാണുമ്പോ ചാടിക്കടിക്കാൻ വരുന്നേ? സ്നേഹത്തോടു കൂടി ഒന്ന് സംസാരിച്ചൂടെ? ദേ, ഇവിടെ വെച്ച് ഞാനൊരു സീൻ ക്രിയേറ്റ് ചെയ്യണ്ടെങ്കിൽ താൻ ഇവിടുന്ന് പോ. ഞാൻ പോകാം, ഒരു 5 മിനിറ്റ്. അവിടെ വെച്ച് എന്തായിരുന്നു? അപ്പൊ അവനാണല്ലേ നിന്റെ ബോയ് ഫ്രണ്ട്? അതെ. സത്യം പറയാലോ റോസമ്മേ, അവൻ പോരാ, നിനക്കൊട്ടും ചേരുന്നില്ല. സാരില്ല, താൻ അതോർത്ത് ബോധേടാവേണ്ട ആവശ്യമില്ല. എൻ്റെ കാര്യമല്ലേ,
ഞാൻ നോക്കിക്കോളാം. അല്ലേലും ഇങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും പിടിക്കില്ല. പബ്ബി വെച്ച് ആരാരെ കിസ് ചെയ്തെന്നാ പറഞ്ഞ്? റോസമ്മക്ക് പറയാറുന്നില്ലേ ആ പെണ്ണ് നീയാണെന്നും നിന്നെ കിസ് ചെയ്തത് ഞാനായിരുന്നെന്നും? ഞാൻ പറയും, താൻ നോക്കിക്കോ. അവനിതറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ വെച്ചേക്കില്ല. ഓ പിന്നെ ഒന്ന് ചിരിപ്പിക്കാതെ പോ റോസമ്മേ. നീ എന്തിനാ റോസമ്മേ അവൻ ഇഷ്ടപ്പെട്ടെ? ഞാൻ കുറച്ച് ലേറ്റ് ആയല്ലേ? സാരില്ല, അബിക്ക് ഇതൊന്നൊരു പ്രശ്നമേ അല്ല. തനിക്കെന്താ? തന്നെ കാണുന്ന പോലും എനിക്ക് ഇഷ്ടമല്ല. താൻ എന്തിനാ എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നേ? എന്തിനാ ഡിസ്റ്റർബ് ചെയ്യുന്നതെന്ന് വെച്ചാ എനിക്ക് നിന്നെ ഇഷ്ടമാ, എസ്പെഷ്യലി നിന്റെ ലിപ്സ്. ഇത്ര നേരം ഞാൻ എൻ്റെ മര്യാദയുടെ ഭാഷയിലാണ് സംസാരിച്ച്. ഇനി അതങ്ങനെ ആയിരിക്കില്ല. അങ്ങ് സംസാരിക്കും റോസമ്മേ. കൂടിപ്പോയാൽ നീ എൻ്റെ കറിനടിച്ച് പൊളിക്കും. അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ സന്തോഷത്തോടെ അങ്ങേറ്റു വാങ്ങും. റോസി, ഇവളിത് എവിടെ പോയി? മാറങ്ങോട്ട്. എന്താ പ്രശ്നമൊന്നും എന്നാ കേട്ടോ? തന്നെ എനിക്കിഷ്ടമല്ല. ഈ കല്യാണവും വീടും ആൾക്കാരും ആരെ ഒന്നും എനിക്കിഷ്ടമല്ല. ദേവാ, മോനെ ദേവാ, നീ മേളിലുണ്ടോ? ആ അമ്മ ദേ വരുവാ. ആ, നീ അവിടെ എന്ത് ചെയ്യായിരുന്നു? ഞാൻ എത്ര വട്ടം വിളിച്ചു. മോളെന്തേ, റെഡിയായോ? അമ്മ അത് മോള് വന്നല്ലോ. ഈ സാരി മോൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. സുന്ദരി കുട്ടിയായി. ദേവിൻ്റെ സെലക്ഷൻ ആയിരിക്കും അല്ലേ? ആ അതെ. എങ്കിൽ നമുക്ക് ഇറങ്ങിയാലോ? സമയം പോയി. ഞാൻ പോയി കാർ എടുത്തിട്ട് വരാം. വാ മോളെ. സിബിച്ച, ബോട്ട്സ് ഒക്കെ ഇട്ട് എങ്ങോട്ടാ? നിനക്കൊരു പെണ്ണ് കാണാൻ. അയ്യോ, ഷിബിച്ചന്റെ ഒരു തമാശ. നിനക്ക് അടുക്കളയിൽ പണിയൊന്നുമില്ലേ? എന്റെ പണിയൊക്കെ നേരത്തെ കഴിഞ്ഞു. എന്നാ പോയി തുണി അലക്കിയിട്. തുണി അലക്കാനാ ഈ വൈകുന്നേരമോ? അതെന്താ വൈകുന്നേരം അലക്കിയ തുണി ഉണങ്ങൂലേ? എന്റെ അറിവിൽ എന്തായാലും തുണി ഉണങ്ങൂല. എന്നാ നീ എന്തെങ്കിലും പോയിച്ചേ. എന്തിനാടാ എന്റെ പുറകെ വരുന്നേ? സിബിച്ചാ, എന്താടാ? എന്റെ മുഖത്തേക്കൊന്ന് നോക്കിയേ. നല്ല കള്ളലക്ഷണം. ഇനി പറ, എന്താ? നിനക്ക് എന്താക്കൂ? ഒന്ന് പോയേ. ഞാൻ പോവൂല. നിങ്ങൾ പറ, എങ്ങോട്ട് പോവാ? ഞാൻ നടക്കാൻ പോവാ. ഇനി എന്തെങ്കിലും അറിയണോ? രാവിലെയും വൈകിട്ടും നടപ്പോ? ഇതത്ര ശരിയല്ലല്ലോ. നല്ല ആരോഗ്യം വേണമെങ്കിൽ രാവിലെയും വൈകിട്ടും നടക്കണം. ആണോ? എന്നാ എനിക്കും വേണം നല്ല ആരോഗ്യം. ഇന്ന് സിബിച്ചന്റെ കൂടെ നടക്കാനായിട്ട് ഞാനുണ്ട്. അതൊന്നും പറ്റില്ല, നീ പോയേ. കണ്ട സ്വഭാവം മാറണ കണ്ട. ഇത് ചുറ്റിക്കളി തന്നെ. ശല്യം. വാ കൂടെ. ദാറ്റ്സ് മൈ ബോയ്. അയ്യോ സിബിച്ച, എനിക്ക് വയ്യ. ഞാനൊരു ആവേശത്തിന് പറഞ്ഞതാ. താണ്ടേ ഓടണം നോക്കിക്കേ. നിങ്ങൾക്ക് എന്ത് സ്റ്റാമിന മനുഷ്യ. വല്ലപ്പോഴും ആ ദേഹമൊക്കെ ഒന്ന് അനക്കണം. അല്ലെങ്കിൽ ഇതേപോലെ പട്ടീനെ പോലെ കിതക്കേണ്ടി വരും. പോടോ, നിങ്ങൾ പൊയ്ക്കോ. ഞാൻ വല്ല ഓട്ടോയും പിടിച്ച് വന്നോളാം. ഇങ്ങ് വാ ചെറുക്ക. സിബിച്ച, എനിക്ക് വയ്യ. ഇവിടെ വല്ലോടത്തും കടയുണ്ടെങ്കിൽ പറ. എനിക്ക് കുറച്ച് വെള്ളം കുടിക്കണം. നീ വാ, ഇപ്പൊ തന്നെ ജംഗ്ഷൻ എത്തും. അവിടെ നിന്ന് വെള്ളം വാങ്ങിത്തരാം. ആണോ? എങ്കിൽ ഞാൻ വരാം. ഇതാണോ ജംഗ്ഷൻ? അവിടെ ഒരു കടയുണ്ട്. നീ അവിടെ പോയി വെള്ളം കുടിക്കേ. നിങ്ങൾ വരുന്നില്ലേ? നീ പോയി കുടിച്ചിട്ട് വാ. ശരി.
അപ്പൊ ഇതാണല്ലേ സിബിച്ചൻ എന്ന് നടക്കാൻ പോവാനുള്ള കാരണം. എന്തായാലും ആള് കൊള്ളാം. എന്റെ സിബിച്ചന് നന്നായിട്ട് ചേരും. ശരിക്കും. എന്താണ് ആളുടെ പേര്? സേറ. സേറ. കൊള്ളാം. എവിടെയാ ആളുടെ വീട്? എടാ, അതൊന്നും എനിക്ക് അറിയില്ല. ഞാൻ ഇന്നാണ് അവളോട് ആദ്യമായിട്ടൊന്ന് സംസാരിക്കുന്നത് തന്നെ. ആ ബെസ്റ്റ്. എന്നെ ഇപ്പൊ പോയി സംസാരിക്കേ. ഏയ് വേണ്ട, നാളെ ആവട്ടെ. ദേ സിബിച്ച, ഞാൻ ഫ്രീ ആയിട്ടൊരു അഡ്വൈസ് തരാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് പോയി പറഞ്ഞോണം, അല്ലാതെ മനസ്സിൽ കൊണ്ട് നടക്കരുത്. സമയാവട്ടെ, ഞാൻ പറയാം. പിന്നെ ഈ കാര്യം നീ വേറെ ആരോടും പറയാതെ നിൽക്കണ്ട. നമ്മൾ രണ്ടുപേരും അറിഞ്ഞാ മതി. ആ, അത് ഞാൻ ഏറ്റു. സിബിച്ചനായിട്ട് പറഞ്ഞാൽ മതി എല്ലാവരോടും. എങ്കിൽ നമുക്ക് പോവാം. പോയേക്കാം. ഏട്ടാ. എന്താ, അവളുടെ വക്കാലത്തായിട്ട് വന്നാണോ? ആരുടെയും വക്കാലത്തായിട്ട് വന്നല്ല ഏട്ടാ. ഞാൻ പറയുന്ന കാര്യം സമാധാനമായിട്ടൊന്ന് കേക്ക്. പറ, എന്താ? ഏട്ടാ, ഒരു കാരണമില്ലാതെ ഈ സായു ആരെയും സപ്പോർട്ട് ചെയ്യില്ലെന്ന് ഏട്ടനറിയാലോ. ഏട്ടൻ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. എത്ര ദിവസമായി അവൾ മിസ്സിങ് ആയിട്ട്. ഇതുവരെ അവളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും തിരക്കി വന്നിട്ടുണ്ടോ? എന്നും പറഞ്ഞ് ഈ വീട്ടിൽ സ്ഥിരമായിട്ട് അവളെ നിർത്തണം എന്നാണോ നീ പറഞ്ഞു വരുന്നേ? അങ്ങനെയല്ല ഏട്ടാ, ഒരുപാട് പ്രശ്നങ്ങൾ അവളുടെ ലൈഫിലുണ്ട്. ഒരു 10-20 വയസ്സുള്ള പെൺകുട്ടി അനുഭവിക്കാവുന്നതിൽ അപ്പുറം അവൾ അനുഭവിക്കുന്നുണ്ട്. കുറച്ച് ടൈം ഏട്ടൻ അവൾക്ക് കൊടുക്കുക. അവളുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആകുമ്പോൾ അവൾ ഈ വീട്ടിൽ നിന്ന് പൊയ്ക്കോളും. എന്താ ഏട്ടനൊന്നും പറയാത്തെ? ശരി, ഞാനായിട്ട് ഇനി പോകുന്ന കാര്യമൊന്നും അവളോട് പറയുന്നില്ല. പക്ഷെ ഇത് സ്ഥിരമാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആ ഓക്കെ. ആ പിന്നെ ഇന്ന് രാവിലെ ഏട്ടൻ അവളോട് കാണിച്ചത് തീരെ ശരിയായില്ല. ഞാൻ എന്ത് കാണിച്ചെന്നാ? അയ്യോ പാവ, ഒന്നും കാണിച്ചില്ല. അവളുടെ കൈ എന്തോരം വേദന എടുത്തെന്നറിയോ? അത് പെട്ടെന്നുള്ളൊരു ദേഷ്യത്തില് അങ്ങനെ സംഭവിച്ചു പോയതല്ലേ. എന്നാ പോയൊരു സോറി പറഞ്ഞേക്ക്. പിന്നെ എന്റെ പട്ടി സോറി പറയും. ഇതിനിപ്പോ എങ്ങനെ വിളിക്കും? വേണി. എന്താ? കിടന്നില്ലേ ഇതുവരെ? ഇപ്പോഴോ? സമയം 8 മണിയായുള്ളൂ. ശരിയാ. എന്താ? അത് സോറി. ഓ, രാവിലത്തെ ആയിരിക്കുമല്ലേ? അല്ലേ, കാര്യമായിപ്പോയി. പെട്ടെന്നുള്ളൊരു ദേഷ്യത്തിൽ അങ്ങനെ പറ്റിപ്പോയതാ. സോറി, നീ ഒന്ന് മനസ്സിൽ വെച്ചേക്കല്ലേ. എനിക്കൊന്നും വേണ്ട സോറി. പിന്നെന്താ വേണ്ടേ? എന്തു പറഞ്ഞാലും ചെയ്യൂ. ശ്രമിക്കാം. എങ്കിൽ നാളെ എന്നെ പുറത്ത് കൊണ്ടുപോകണം, അതും ഞാൻ പറയുന്ന സ്ഥലത്ത്. ഓക്കെ. എങ്കിൽ ഞാൻ ക്ഷമിക്കാം. എന്നാ നിനക്ക് വേണ്ടി വാങ്ങിയതാ. താഴേക്ക് വാ, സിനിമ കാണാം. എന്താ? എനിക്ക് നല്ല പരാതിയുണ്ട്. നിനക്കിപ്പ എന്നോട് ഒരു സ്നേഹമില്ല. ഏത് സമയവും ആ വേണിയുടെ പുറകെ. എന്താക്കൂ ഒരുമാതിരി കൊച്ചു പിള്ളേരെ പോലെ? ഞാൻ പറയും, നിനക്കിപ്പ എന്നെ ഉമ്മ വയ്ക്കാനോ കെട്ടിപ്പിടിക്കാനോ ഒന്നിന് സമയമില്ല. ഇങ്ങ വന്നേ. ഞാൻ വരില്ല. ഇതൊന്നും ആരെക്കൊണ്ടും നിർബന്ധിച്ചു പറഞ്ഞു ചെയ്യിപ്പിക്കേണ്ട കാര്യമല്ലല്ലോ. ഇങ്ങ വാക്കൂ. എന്താ?
യു കണ്ടിന്യൂ. താഴെ സിനിമ കാണാൻ വിളിക്കുന്നു. ഞാനത് പറയാൻ വേണ്ടിയിട്ട് വന്ന. അയ്യേ ശ്ശേ. ഓ കളഞ്ഞ്. ബാ പോവാം. പോവാന്നോ? തുടങ്ങി വെച്ചത് അവസാനിപ്പിച്ചിട്ട് പോയാ പോരെ? അതൊക്കെ പിന്നെ നീങ്ങ വന്നേ. എന്താ ഈശ്വര, എനിക്ക് മാത്രം ഇങ്ങനെ വരുന്നേ. അബിയേട്ടാ, ടാറ്റ ഓടിക്കാൻ നമ്മൾ എന്ന് പോവും? മറ്റന്നാള് പോവാം. അന്ന് സൺഡേ അല്ലേ? സെറ്റ്. നല്ല ഡിസൈൻ വല്ലതും ഉണ്ടോ അബിയേട്ടാ? ഡിസൈൻ എന്റെ ഫോണിൽ കാണും, നീ നോക്കിക്കോ. ഓക്കെ. എല്ലാരും വന്നല്ലോ, എന്നാ പിന്നെ സിനിമ കാണാം. ജോണർ ഏതാ സഞ്ജു? റൊമാൻറ്റിക്. സഞ്ജു, നിന്റെ പെൻഡ്രൈവ് കുത്ത്. ഓക്കേ. Naughty America. Nobody does it ഈ better. പേര് ഞാൻ എവിടെയോ. അമ്മ, പെൻഡ്രൈവ് മാറിപ്പോയി. സഞ്ജു, അയ്യോ തല്ലല്ലേ സിദ്ധുവേട്ടാ, ചെറുതായിട്ടൊന്ന് പെൻഡ്രൈവ് മാറിപ്പോയതാ. തല്ലേ നിന്നെ ഞാനൊന്ന് കൊല്ലൂടെ നാറി. അവൻ്റെ ഒരു റൊമാൻറ്റിക്.